നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നൽകിയത് പിഴ ചുമത്തിയുള്ള നോട്ടീസ്. ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് IT വിഭാഗം അറിയിച്ചു. ജനഗണമന, ഗോൾഡ്, കടുവ എന്നീ സിനിമകളിൽ പൃഥ്വിരാജ് അഭിനേതാവ് എന്ന നിലയിൽ പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ പണം വാങ്ങി. വിവരങ്ങളുമായി നമുക്കൊപ്പം SS ശരൺ ചേരുകയാണ്. SS ശരൺ, പൃഥ്വിരാജിന് നൽകിയിരിക്കുന്ന നോട്ടീസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? സുജിയ, നേരത്തെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നടൻ പൃഥ്വിരാജിന് നൽകിയിരിക്കുന്ന നോട്ടീസ് അത് ഈ പ്രതിഫലം മുൻ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനുള്ള നോട്ടീസ് എന്നുള്ളതാണ് വിവരമായി പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് അടിസ്ഥാനത്തിലുള്ള നോട്ടീസാണ് പൃഥ്വിരാജിന് IT നൽകിയിരിക്കുന്നത് എന്നുള്ളതിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. അത് പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് എന്നുള്ളതാണ് ഇപ്പോൾ IT പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രധാനമായും നേരത്തെ 3 സിനിമകളുമായി ബന്ധപ്പെട്ട്, അതായത് ജനഗണമന, കടുവ, ഒപ്പം തന്നെ ഗോൾഡ് എന്നീ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. 2022 ഡിസംബറിലാണ് പരിശോധനകൾ ഉണ്ടായിരുന്നത്. പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും മാത്രമല്ല, ലിസ്റ്റിൻ സ്റ്റീവന്റെയും ഒപ്പം ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസുകളിലും പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെ പരിശോധനകളിൽ നിന്നും ശേഖരിച്ച രേഖകൾ ഉണ്ടായിരുന്നു. അതിന്റെ വിശദമായ അസസ്മെന്റ്, അതായത് IT സംബന്ധിച്ച് ആദ്യം ഈ രേഖകളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദമായ അസസ്മെന്റ് നടത്താറുണ്ട്. അങ്ങനെ അസസ്മെന്റ് നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ മാസം 29-നാണ് പൃഥ്വിരാജിന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് ആദായ നികുതി വകുപ്പ് അയച്ചിരിക്കുന്നത്. അതിന് കാരണമായി മാറിയിരിക്കുന്നത് ഇതാണ്. ഈ കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു. നടനായിട്ടാണ് അഭിനേതാവായിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അഭിനേതാവ് എന്ന നിലയിൽ പ്രതിഫലം വാങ്ങിയിരുന്നില്ല. മറിച്ച് ഈ സിനിമകളുടെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ചേർത്ത് വായിക്കേണ്ട കാര്യം, എമ്പുരാൻ സിനിമ റിലീസാകുന്നത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ്. അതിന് തൊട്ടു പിന്നാലെ, അതായത് 29-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച്, അതായത് മുൻ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടന്നതെന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു. ഒപ്പം തന്നെ ഈ അന്നത്തെ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ്. 29-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫലം, അതുപോലെ തന്നെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ വാങ്ങിയ പണം, ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം അടയ്ക്കേണ്ട ITR അതിൽ ഇക്കാര്യങ്ങൾ കാണിച്ചിരുന്നില്ല. അതാണോ ഈ നോട്ടീസിലേക്ക് നയിച്ചത്? സുജിയ, അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് IT എല്ലാ വർഷവും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്കൊക്കെ തന്നെ കടക്കാറുള്ളതാണ്. ഈ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടാണ്. അങ്ങനെയാണ് ഈ 2022-ലും വിശദമായി തന്നെ പരിശോധനകൾ നടന്നിരുന്നത്. അങ്ങനെ ഈ രേഖകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസസ്മെന്റ് അവർ നടത്താറുണ്ട്. അങ്ങനെ അസസ്മെന്റ് നടത്തിയപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പൃഥ്വിരാജ് ആദായ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. എത്രയാണ് പിഴത്തുക എന്ന കാര്യത്തിൽ IT വ്യക്തത വരുത്തിയിട്ടില്ല. അത് പിന്നീട് പറയാമെന്നുള്ളതാണ് IT പറയുന്നത്. എന്തായാലും പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് ആണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ പ്രധാനമായും പുറത്തു വന്നിരുന്ന വിവരം ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട്, പൃഥ്വിരാജ് നേരത്തെ അഭിനയിച്ച സിനിമകളിൽ വാങ്ങിയ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് ഉള്ള ചോദ്യം ചെയ്യലാണ് നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതല്ല, പിഴ ചുമത്തിക്കൊണ്ട് കൃത്യമായ കണ്ടെത്തലിലേക്ക് ആദായ നികുതി വകുപ്പ് എത്തിയിരിക്കുന്നു. ആദായ നികുതി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഈ നോട്ടീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിശോധനയെ കുറിച്ചോ ഉള്ള വിവരങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ശരൺ? പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം, സുജയ. അതായത് കഴിഞ്ഞ മണിക്കൂറിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നിരുന്നത്. ഇത് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മൾ ആ വിവരം പുറത്തുവിടുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള സമയം പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് എമ്പുരാൻ സിനിമ റിലീസാകുന്ന 27, അതിനുശേഷം 2 ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത്.
എന്നാൽ ആദായ നികുതി വകുപ്പ് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, എമ്പുരാൻ എഫക്റ്റ് അല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് 2022 ഇത്തരത്തിൽ പരിശോധന നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ, ഇവരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശദമായ അസസ്മെന്റ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ അസസ്മെന്റ് പൂർത്തിയാക്കിയപ്പോഴാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയും പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ പൃഥ്വിരാജിന് പ്രതികരിക്കേണ്ടി വരും. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.